കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് എം മുകേഷ് പറഞ്ഞത്. പാർട്ടി തീരുമാനമെടുത്തു എന്നതിനുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മുകേഷിനെ പുറത്താക്കിയിരിക്കുകയാണ് CPM. 2006 മുതൽ LDFന്റെ കോട്ടയാണ് കൊല്ലം. കോർപ്പറേഷനിലെ 24 ഡിവിഷനുകളും തൃക്കരുവ, പനയം പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കൊല്ലം നിയമസഭാ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 24-ൽ 11 ഡിവിഷനുകളിലും UDF ആണ് ജയിച്ചത്. പനയത്ത് LDFും തൃക്കരുവയിൽ UDFും അധികാരത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ നില മെച്ചപ്പെടുത്താനായതിന്റെ ആത്മവിശ്വാസം NDAയ്ക്കുണ്ട്. അതിനാൽ ഇത്തവണ കൊല്ലത്ത് S ജയമോഹനെയാണ് CPM പരിഗണിക്കുന്നതെന്നാണ് വിവരം. കോൺഗ്രസ് പട്ടികയിൽ ബിന്ദു കൃഷ്ണയും സൂരജ് രവിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 1957 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ AA റഹീമാണ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. RSPയിലെ TK ദിവാകരനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1960-ലെ തിരഞ്ഞെടുപ്പിലും റഹീം വിജയിച്ചു. 1965-ൽ കോൺഗ്രസിലെ ഹെൻറി ഓസ്റ്റിൻ വിജയിച്ചു. സ്വതന്ത്രനായ TK ദിവാകരനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. 2006-ൽ PK ഗുരുദാസൻ വിജയിച്ചതോടെ മണ്ഡലം CPMന്റേതായി. 2011-ലും ഗുരുദാസനായിരുന്നു വിജയം. 2016-ലും 2021-ലും തിരഞ്ഞെടുക്കപ്പെട്ടത് LDFിലെ M മുകേഷാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ജനസേവനം നടത്താൻ MLA ആകണമെന്ന് നിർബന്ധമില്ല. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. പൊതുപ്രവർത്തനം തുടരും. പാർട്ടി സീറ്റ് നൽകിയാൽ അപ്പോൾ നോക്കാം. എല്ലാം പാർട്ടി പറയട്ടെ. പാർട്ടിയുടെ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടി ഒടുവിൽ മുകേഷിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ തുടർന്ന് പ്രതിരോധത്തിലായ അവസ്ഥയെ മറികടക്കാൻ യുവ നേതാക്കൾക്ക് കഴിയുമെന്നാണ് CPM കരുതിയിരുന്നത്. കൊല്ലത്ത് ചിന്താ ജെറോമിനെയും പരിഗണിച്ചിരുന്നു. M മുകേഷിനെതിരായ ആരോപണങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങൾക്ക് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. മുകേഷ് അന്നും ഇന്നും പാർട്ടി മെമ്പർ അല്ലെന്നും മുകേഷിനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ മുകേഷ് സംഘടനയിലില്ലെന്നുമായിരുന്നു മറുപടി. കേസിൽ തുടർ നടപടി വരുമ്പോൾ നോക്കാമെന്നും അന്ന് MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു.